ഈ പോലീസുകാർ മനസ്സിലാക്കേണ്ട കാര്യം ഏതാണ്ട് ഒരു 60 ദിവസം മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അതുവരെയുള്ള ഒരു കാവൽ മന്ത്രിസഭയാണ് ഇവിടെ ഉള്ളത്. ആ കാവൽ മന്ത്രിസഭയുടെ കാലം കഴിയും. ഇപ്പോൾ DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരും MP ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ആദ്യഘട്ടത്തിൽ കടന്നു വന്നപ്പോൾ സ്റ്റേഷനകത്തേക്ക് പ്രവേശിക്കാൻ പോലും പോലീസ് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ കൈവച്ച് തടയുന്ന ആളുകളിൽ ഈ നേതാക്കന്മാരെ കൈവച്ച് സല്യൂട്ട് അടിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പോലീസുകാർക്ക് ചില ചിന്തകൾ മാറി ഉണ്ടാകുന്നത് നല്ലതാണ് എന്ന് മാത്രമേ ഇപ്പോൾ ഞങ്ങൾ സൂചിപ്പിക്കുന്നുള്ളൂ. വരും ദിവസങ്ങളിൽ സമരങ്ങളായിട്ട് മുന്നോട്ട് പോകും. പോലീസിന്റെ ഇന്ന് ഇവിടെ നടത്തിയതുപോലെയുള്ള ഒരു നടപടികൾക്ക് ആധാരമാകുന്ന വിധത്തിലുള്ള പ്രകോപനങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. സാധാരണ രീതിയിൽ നടക്കുന്ന സമരങ്ങൾ നടക്കാറുള്ളത് പോലെ തന്നെ ജലപീരങ്കി ഉണ്ടായി. അതിനുശേഷം പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ആ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള പോലീസിന്റെ ശ്രമത്തിന് അനാവശ്യമായ ബലപ്രയോഗങ്ങളുണ്ടായി. ആ സമരവേദി മുതൽ ഈ പോലീസ് സ്റ്റേഷൻ വരെ പ്രവർത്തകരെ വലിച്ചഴിച്ച് കൊണ്ടുവരാൻ ശ്രമിച്ചതുകൊണ്ടാണ് സ്വാഭാവികമായി പ്രതിഷേധം ഉണ്ടായത്. യൂത്ത് കോൺഗ്രസിന്റെ ഒരു സഹപ്രവർത്തകയുടെ ഈ ബലംപിടുത്തത്തിനിടയിൽ വീഴുകയും അവരുടെ കാലിൽ പോലീസ് ചവിട്ടിയതിന്റെ ഭാഗമായി അവർക്ക് പരിക്കേറ്റപ്പോൾ ആശുപത്രിയിലാണ്.